സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയിട്ടുള്ളതായിരിക്കും. അതിന് സയൻറ്റിഫിക്കായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒന്നല്ല, സയൻറ്റിഫിക്കായ കൃത്യമായ പഠനങ്ങൾ നടക്കും. അതുകൊണ്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആർക്കാണോ വിജയസാധ്യത, അതിന് ചെറിയ നേതാവാണോ വലിയ നേതാവാണോ ഇടത്തരം നേതാവാണോ എന്നുള്ള പ്രശ്നമല്ല, അത് മുൻഗണന എടുത്തുകൊണ്ടുള്ള നടപടിയായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് നമുക്ക് ഇപ്പം വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, അതിനകത്ത് താങ്കൾ പറഞ്ഞ മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബ്ലെൻഡിങ് ഉണ്ടാകും, ഫൈൻ. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ പാർലമെൻ്ററി പാർട്ടിയാണ്. അങ്ങനെ ഒരു രീതിയാണല്ലോ കോൺഗ്രസ് പിന്തുടർന്നു വരുന്നത്. അതിനകത്ത് ഹൈക്കമാൻഡിന് ഒരു സേയൊന്നും ഉണ്ടാവില്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള ജനപ്രതിനിധികൾ കൂട്ടായിട്ടിരുന്നിട്ട് അവരുടെ ഒരു ലീഡറിനെ നിശ്ചയിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഓരോ നേതാവും തൻ്റെ അണികളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം കോൺഗ്രസ് എപ്പോഴും നടത്താറുണ്ട്. പിന്നെ അവിടെ ഒരു വടംവലിയാണ് നടക്കുന്നത്. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അത് ആവർത്തിച്ചാൽ ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, ഈ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം മുമ്പിലുള്ള ഒരു ചോദ്യമുണ്ട്. 71 വന്നാലല്ലേ പറ്റുള്ളൂ. 71 വന്നില്ലെങ്കിൽ ഈ പറയുന്ന മൂന്നാമത് തവണയും കൂടെ പ്രതിപക്ഷത്തിരിക്കാൻ അല്ലേ അവർക്ക് പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും അത് ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരും, ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാകും, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആൾ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒരു പൊതുമാനദണ്ഡം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കും. ആരാണോ ജയിക്കാൻ സാധ്യത, നമ്പർ വരണ്ടേ, അതിനെല്ലാവരും വിട്ടുവീഴ്ച ചെയ്യും. മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ആർക്കാ തെറ്റു പറയാൻ പറ്റും? എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ അതാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിക്കണ്ടേ, ജയമല്ലേ പ്രധാനം. അപ്പോൾ ജയം പ്രധാനമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്.